അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഇനി റമളാനിലെ നമുക്ക് ബാക്കിയുള്ളൂ. റമളാനിൽ ബാക്കിയുള്ളത് ഏറെ ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ രാപ്പകലുകളാണ്. നമുക്ക് സ്വർഗം സമ്പാദിക്കാനും പദവികൾ ഉയർത്താനും പറ്റുന്ന ഏറ്റവും നല്ല സുവർണാവസരം റമളാനിലെ അവസാന 10 ദിവസങ്ങൾ. എന്താണ് ആ 10 ദിവസങ്ങളുടെ പ്രത്യേകതകൾ? ദിവസങ്ങളിൽ ഏറ്റവും ആദരവുള്ള ബഹുമാനമുള്ള ദിവസം, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയ അനുഗ്രഹീതമായ ഒരു രാവ് ഈ അവസാന 10കളിലുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. നിശ്ചയം അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച രാത്രി. അല്ലാഹു അതിൻ്റെ സ്ഥാനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. അല്ലാഹു അവൻ്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ശാന്തിയുടെ സമാധാനത്തിൻ്റെ മാസം. മുഅ്മിനീങ്ങളോടൊപ്പം ആമീൻ പറയാൻ മലക്കുകൾ ഭൂമിയിലേക്ക് വരികയാണ്. അവർ അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നവരോടൊപ്പം ഇബാദത്തുകളിൽ പങ്കാളികളാകുകയാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മലായികത തിൽക്കൽ ലൈലത ഫിൽ അർളി അക്സറു മിൻ അദദിൽ ഹസ്വ. അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളുടെ എണ്ണം ഭൂമിയിലെ ചിരൽക്കല്ലുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ്. എന്തൊരു മഹത്വമേറിയ രാത്രിയാണത്! എത്രമാത്രം അനുഗ്രഹീതമായ രാവാണത്! ബുദ്ധിയുള്ള ഒരാളും ആ രാത്രിയുടെ മഹത്വം പാഴാക്കിക്കളയുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമ്മളോട് വസിയത്ത് ചെയ്തു, നിങ്ങൾ ആ രാത്രി ഫലപ്രദമായി ഉപയോഗിക്കണം. ആ സമയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശറിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രത്യേകം പ്രതീക്ഷിക്കണം. അവസാന 10 ദിവസങ്ങളിലാണ് ആ ലൈലത്തുൽ ഖദ്ർ എന്ന് ഉറപ്പാണ്. അത് ഏറെ ശ്രദ്ധയോടുകൂടെ എല്ലാ ദിവസങ്ങളും നാം പരിഗണിക്കുകയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം. നമുക്ക് ആ രാത്രിയിൽ ഇബാദത്തെടുത്ത് വിജയം വരിക്കണം. ആ രാത്രിയിലെ അനുഗ്രഹങ്ങൾ നമുക്കൊരിക്കലും നിഷേധിക്കപ്പെട്ടുകൂടാ. ഹദീസിൽ അവിടെന്ന് പറഞ്ഞു, മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു. ആർക്കെങ്കിലും അന്നത്തെ ആ രാവിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടാൽ അയാൾ എല്ലാ അനുഗ്രഹവും നിഷേധിക്കപ്പെട്ടവനായി. വലാ യുഹറമു ഖൈറഹ ഇല്ലാ മഹ്റൂം. ഭാഗ്യദോഷികൾക്ക് മാത്രമേ ആ രാത്രിയുടെ അനുഗ്രഹം നിഷേധിക്കപ്പെടുകയുള്ളൂ. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിൽ ആരൊരാൾ പ്രതിഫലം ആഗ്രഹിച്ചു വിശ്വാസത്തോടു കൂടെ നിന്ന് നിസ്കരിച്ചോ അവൻ്റെ എല്ലാ കഴിഞ്ഞുപോയ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും. നാം ഈ രാത്രിയെ ശ്രദ്ധിക്കണം. ഈ രാത്രി നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഈ രാത്രി കൊണ്ട് വിജയം വരിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, വറഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു. ഒരാൾക്ക് റമളാനിൽ ഒരുമിച്ച് കൂടാൻ അവസരം ഉണ്ടായി. അങ്ങനെ റമളാൻ വിട പറയുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് സർവനാശം എന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. നാം അള്ളാഹുവിന് പരമാവധി ആ രാത്രികളിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അങ്ങനെയായിരുന്നു. കാന യജ്തഹിദു ഫിൽ അശറിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരി. മറ്റു സമയങ്ങളിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതലായി ആ 10 ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അള്ളാഹുവിന് ഇബാദത്തുകളിൽ സജീവമായി കൊണ്ടിരുന്നു എന്നല്ല, ആ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ചുറ്റുവട്ടത്തുള്ളവരെ കൂടി നബിതങ്ങൾ വിളിച്ചുണർത്തി ഇബാദത്തുകളിൽ അവരെയും പങ്കാളികളാക്കും. സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു അഹ്യൽ ലൈല വഅയ്ഖദ അഹ്ല. ആ അവസാന 10 ദിനങ്ങൾ വന്നു കഴിഞ്ഞാൽ രാത്രി മുഴുവനും അവിടുന്ന് ഹയാത്താക്കും. അവിടുത്തെ കുടുംബങ്ങളെ വിളിച്ചുണർത്തി നിസ്കാരത്തിൽ അവരെ ഭാഗഭാക്കാകും. അവരെ ഇബാദത്തുകൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തും. അള്ളാഹു ആ ദിനരാത്രങ്ങളിലൊക്കെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമുക്ക് ഈ റമദാനിലെ അനുഗ്രഹീതമായ അവസാന 10 ദിവസങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക? എല്ലാ ജമാഅത്ത് നിസ്കാരവും, വിശിഷ്യ പ്രഭാത നിസ്കാരം, സുബഹും ഇശാഉം നാം ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കുക. അത് ഏറെ പ്രതിഫലമുള്ള നിസ്കാരങ്ങളാണ്. ആ രാത്രി മുഴുവനും നിസ്കരിച്ചതിന്റെ പ്രതിഫലം ആ 2 നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലൽ ഇശാഅ ഫീ ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ഇശ ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി പകുതി അവൻ നിസ്കരിച്ചതുപോലെയാണ്. വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ, സുബ്ഹ് ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ല, ആ രാത്രി മുഴുവനും അവൻ നിസ്കരിച്ചതുപോലെയാണ്. നാം തറാവീഹ് നിസ്കാരം മസ്ജിദുകളിൽ നടക്കുന്നതിൽ ഒരിക്കലും മുടക്കം വരുത്താൻ പാടില്ല. ഇന്നർ റജുല ഇദാ സ്വല്ലാ മഅൽ ഇമാമി ഹത്താ യൻസരിഫ് ഹുസിബ ലഹു ഖിയാമു ലൈല. നബിതങ്ങൾ പറഞ്ഞു, ഇമാമ് നിസ്കാരത്തിൽ നിന്നു പിരിയുന്നത് വരെ ഇമാമിനോടൊപ്പം ഒരാൾ നിസ്കാരത്തിൽ പങ്കെടുത്താൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തും. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണിത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം നാം കൂടുതൽ നടത്തണം. റഹ്മാനായ തമ്പുരാന്റെ ദിക്റുകൾ ചൊല്ലണം. റബ്ബിനോട് എല്ലാ സമയത്തും നാം ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നോമ്പിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾക്കിടയിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. എൻ്റെ അടിമ എന്നോട് ചോദിച്ചാൽ, എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ ആ അടിമയുടെ അടുത്തു തന്നെയുണ്ട് എന്ന് പറയുക. അടിമ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് വസിയത്ത് ചെയ്ത പ്രത്യേകമായ ഒരു പ്രാർത്ഥനയുണ്ട്. ബീവിയോട് അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഇദാ അദറക്ത ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ നിനക്ക് ലഭിച്ചാൽ, ആ ലൈലത്തുൽ ഖദറിൽ നീ ഒരുമിച്ച് കൂടിയാൽ നീ പ്രത്യേകം പറയണം, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് തരുന്നവനും മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്, എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നീ പ്രാർത്ഥിക്കണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് തിരുനബി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നാം നന്മ ചെയ്യണം, രക്തബന്ധങ്ങൾ ചേർക്കണം. നാം മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരുടെ കൂട്ടത്തിലും രക്തബന്ധം ചേർത്തവരുടെ കൂട്ടത്തിലും നാം ഉൾപ്പെടണം. സദഖകളും ദാനധർമ്മങ്ങളും നാം വർദ്ധിപ്പിക്കണം. പരസ്പരം ഉള്ള അകൽച്ചകളൊക്കെ നാം അടുപ്പിക്കണം. തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഒഴിവാക്കി നല്ല സംസാരങ്ങൾ മാത്രം നാം നടത്തി സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ നാം മാറി നിന്നുകൊണ്ട് ഈ മഹത്വമേറിയ രാവുകളും പകലുകളും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് ചിലവഴിച്ച് നമ്മുടെ ചീത്ത സ്വഭാവങ്ങളൊക്കെ നാം മാറ്റിയെടുത്ത് നാം മതപരമായ വിഷയങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല സ്വഭാവത്തിന് ഉടമകളായിക്കൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കാൻ ഈ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ബിത്തിഗാഅ മർളാത്തില്ലാഹ് ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമ. അനാവശ്യമായ സംസാരങ്ങളും മറ്റുമൊക്കെ നാം ഒഴിവാക്കി നല്ലത് പറയുക, നന്മ കൽപ്പിക്കുക, ജനങ്ങൾക്കിടയിൽ നാം അടുപ്പം ഉണ്ടാക്കിയെടുക്കുക.
റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റമദാനിന്റെ അവസാനത്തെ 10 വിശിഷ്യ ലൈലത്തുൽ ഖദറിലൊക്കെ ഇബാദത്തെടുത്ത് വിജയം വരിക്കുന്ന നന്മ പ്രവർത്തിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ചേർക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.